നിങ്ങൾ ഈ ബൂംബറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? പാൻപരാഗ് അല്ല, ബൂംബറാങ്. അതായത് ഒരു വടിയാണ്. നമ്മൾ അത് എവിടെ എടുത്തെറിഞ്ഞാലും തിരിച്ച് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരും. റിയൽ ലൈഫിൽ നമ്മുടെ കേരളത്തിൽ ഒരു ബൂംബറാങ് സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാടങ്ങ് പോണ്ട, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്ത് സംഭവിച്ച ഒരു സ്റ്റോറി. സെന്റ് റീത്ത സ്കൂളിലെ ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നപ്പോൾ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും അവിടെ മുഴുവൻ പ്രശ്നമായതും കേരളം മുഴുവൻ സംസാര വിഷയമായതും വിവാദമായതും ഒക്കെ നമുക്കറിയാം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്ന് പറയാമോ? മന്ത്രി ശിവൻകുട്ടി മുസ്ലിം വികാരം മാളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. CPM-ന്റെ മുസ്ലിം പ്രീണന നയത്തെ ഇതര സമൂഹങ്ങൾ തിരിച്ചറിയണം. ഏത് സ്കൂളിലും ആ സ്കൂളിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്, നിയമമുണ്ട്. അത് പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാണ് സാധനം. ഇനി മറ്റൊരു സാധനം, ബൂംബറാങ്. ഇപ്പൊ കാണിച്ചു തരാം. തൃശൂർ ഇളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായി പരാതി. ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം. ഹിന്ദു ഐക്യവേദിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇതാ കണ്ടു നോക്കും. വിദ്യാഭ്യാസവും വിശ്വാസവും വിദ്യാർത്ഥികൾക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അത് ഹനിക്കാൻ ഗോകുലം സ്കൂളിന് എന്താ അവകാശം? മറ്റൊരു കാര്യം കൂടി, ഹിന്ദുവിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. എങ്ങനെയുണ്ട്?